വൈകിട്ടാണ് നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനും +2 വിദ്യാർത്ഥിയുമായ യദു സായന്തിനെയും സുഹൃത്തുക്കളെയും തൃശ്ശംബരത്ത് വെച്ച് ഒരു സംഘം മർദ്ദിച്ചത്. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഒരു സംഘം അകാരണമായി ഇവരെ മർദ്ദിക്കുന്നത്. യദു നമുക്കൊപ്പം ചേരുന്നുണ്ട്. യദു എന്ത് സംഭവിച്ചു? ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത് ബർത്ത്ഡേ പാർട്ടിക്ക് എന്റെ താഴെയാണ് നമ്മളെല്ലാവരും പഠിച്ച ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ ഫ്രണ്ടിന്റെ ബൈക്കിൽ പെട്രോൾ അവർ രണ്ടാമത് പെട്രോൾ നമ്മൾ 4 സ്കൂളിന്റെ മുമ്പിൽ ഇരുന്നു. അവിടെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവളിങ്ങനെ ഇതൊരു ബോർഡിനുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്തുള്ള ബീച്ചിൽ കുറച്ച് ആളുകൾ ആ ഭാഗത്താണ് രണ്ടുപേര് വന്നിട്ട് ഒന്നും ചോദിക്കാണ്ട് തന്നെ എന്തിനാ ബോർഡിൽ കല്ല് ഇറങ്ങിയെന്ന് വെച്ചിട്ട് അവര് ആണമർത്തിക്കാൻ പെട്ടെന്ന് തന്നെ 2 ആൾക്കാർ വേറെ ബൈക്കിൽ ഇടയ്ക്കവര് വിളിച്ചു പറയുന്നത് പിള്ളേർക്ക് ആളുകൾക്ക് വന്നാലും പെട്ടെന്ന് ഹെൽമെറ്റ് ഇതെല്ലാം നമ്മള് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അവര് നല്ല രീതിയിൽ ഷർട്ടെല്ലാം വലിച്ചു നിലത്തിലിട്ട് പിന്നെ അവരാളെ കൂട്ടി 5-6 പേര് നിലത്തിട്ട് ചവിട്ടി വല്ല ചെയ്തു. എന്റെ മെന്നോട് അടിക്കും നല്ല ബ്ലീഡിങ് എല്ലാം. അങ്ങനെ പിന്നെ കുറച്ച് ആള് കൂടിയാൽ നമ്മളെല്ലാവരും 4 ആളും ഫ്രണ്ട്സിനെ ഓരോ ഭാഗത്തേക്ക് ചെറിയ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാള് ഞാൻ മേലെ കൂടി ഒരാള് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് സന്തോഷമുള്ള മകനായില്ലേ ഇതിലേക്ക് കളിക്കണ്ട നമ്മളെ ഏരിയ രീതിയിൽ സംസാരിക്കണ്ടേ. പക്ഷെ അയാളെ അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യാം. എന്നെ അറിയുന്നത് അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. സന്തോഷ് കീഴാറ്റൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ല, രാത്രി ഞാൻ ഇന്നലെ ചെറിയ പനിയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫോൺ പിടി വരുന്നത്. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ കരഞ്ഞ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നെ അടിച്ചു. ഞാൻ മാത്രമല്ല, നിവേദിനി അർജുനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ പെട്ടെന്ന് ഇവിടെ വരുന്നത്. ഇതെന്നാലും ഞാനുമായിട്ട് കാറെടുത്ത് തിരുച്ചമ്പരം പറയുന്ന ചെന്മേഷ സ്കൂളിന്റെ മുമ്പിൽ എത്തുമ്പോൾ കാണുന്ന ചില വലിയൊരു ആൾക്കൂട്ടം നിൽക്കുകയാണ്. ഇതെന്താ സംഭവം നമുക്കൊരു മനസ്സിലാവുന്നില്ല. ഞങ്ങളവിടെ ഇറങ്ങുന്നതിൽ 1-2 പേരൊന്നും എന്റെയും തടഞ്ഞു. പിന്നെ നിങ്ങളുടെ കാര്യം അറിയാതെ ഇടപെടാൻ പറഞ്ഞു. കാര്യം അറിയാതെ കുട്ടികളെ കാണിക്കുന്നു, ഇവരെ കാണുന്നില്ല. എവിടെയാണ് ഇവര് പറയുന്നത്? ഒരു ഫ്ലെക്സിന് അല്ല. ഇവിടെ ഏത് ഫ്ലെക്സ് അവര് പറയട്ടെ. ഞാൻ അവിടെ ചെന്ന് കുറച്ച് അങ്ങോട്ട് മുകളിൽ നടന്ന് ചെല്ലണം ആ കൂട്ടുകാരുടെ വീട്ടിലേക്ക്. എത്തുമ്പോൾ കാണുന്ന കാഴ്ചയിൽ മോനെ ഷർട്ടൊന്നുമില്ല, മുകളിൽ ഇങ്ങനെ ചോര വരികയാണ്. ഫ്ലെക്സ് ഇവിടെ നല്ല പാടും. മറ്റേ കുട്ടികളൊക്കെ നാട്ടുകാരൊന്നും ഇടപെടുന്നില്ല. അപ്പൊ ഞാൻ അവരും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന എന്റെയും 1-2 പേര് തടഞ്ഞു. ഫ്ലക്സിന് കല്ലെറിഞ്ഞു. ആര് ഫ്ലക്സിന് കല്ലെറിഞ്ഞു? അഥവാ ഇവരെ കൂട്ടത്തിലൂടെ അവർ തന്നെ പറയുന്നുണ്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കല്ലെറിഞ്ഞ് കളിക്കുമ്പോൾ സ്കൂളിൽ ചെറിയൊരു ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നു. അതിലൊരു ചെറിയ കല്ല് കൊണ്ടുവന്നാണ് ഇവർ പറയുന്നത്. അത് ഇവരാണോ? അതിനാണോ ഈ 17 വയസ്സുള്ള ഈ കുട്ടികളെ ആ നേരിട്ട് കണ്ടവർ പറയുന്ന കാഴ്ച പോലെ ഭീകരമാണ്. അതായത് ഹെൽമെറ്റ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഈ 4 കുട്ടികളെ അടിക്കാൻ 8 പേര് വരികയാണ്. അത് മുതിർന്ന ആൾക്കാർ. ഒരു അത്യാവശ്യം ഒരു 50-55 വയസ്സുള്ള ഒരാളാണ് പ്രധാന പ്രതി. കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. പുള്ളിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ ആദ്യം വന്ന് അടിക്കുന്നത് എന്റെ മോനാണ്. പറയാതെ അടി മുഖത്തടിക്കുക അവൻ പറഞ്ഞു. പിന്നെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുക. ആലോചിച്ചു, ഹെൽമെറ്റ് കൊണ്ടൊക്കെ ഈ ചെറിയ പ്രായമുള്ള മക്കളെ അടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ എത്രത്തോളമാണ് ക്രിമിനൽ പ്രക്രിയ നടത്തിയിരിക്കുന്നത്. ആ പ്രദേശം പണ്ട് മുതലേ കുറെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പാണ് ചെന്മേഷ സ്കൂളിൽ ഞങ്ങൾ വലിയൊരു കുട്ടികളുടെ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ അവിടെ ഇടപെടുന്ന ആളുമാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്കൊരു മോശമായ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ കുട്ടികളുടെ നാടകോത്സവം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നാടക ക്യാമ്പിന് നേതൃത്വം കൊടുത്തത് മോനും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ആ രീതിയിലടക്കം ആ പ്രദേശത്ത് വളരെ സൗഹൃദത്തോടു കൂടി അത് വ്യത്യസ്തമായ രാഷ്ട്രീയ ആൾക്കാരായിട്ട് കൂടി അങ്ങനെ ഇന്നുവരെ അങ്ങനെ ഒരു ദുരനുഭവം
ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇത്രയും വർഷത്തിനിടയിൽ. പക്ഷേ RSS BJP പ്രവർത്തകരാണ്. ആയിരിക്കാം, അതിൽ കുറച്ചുപേരെ എനിക്ക് തിരിച്ചറിയുമ്പോൾ അവരതിൽ പ്രവർത്തിക്കുന്നവരാണ്. അവര് മുൻകൂട്ടി അതൊന്നല്ല, ഒരു പാർട്ടിയൊന്നല്ല, അവരതിന്റെ പ്രവർത്തകരാണ്, അത്രയും. രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ ഉദ്യോഗം അത് അവർക്കേ പറയാൻ പറ്റും. ഇനി അവരത് വല്ല മനസ്സിൽ പകവെച്ചത്, അല്ലാതെ എന്റെ പേര് പറഞ്ഞിട്ട് എന്തിനാണ് എന്റെ മോനെ അടിക്കുന്നത്? കാരണം ഈ പ്രദേശത്ത് വന്ന് ഇതിലധികം കളിക്കണ്ട എന്ന് പറയണമെങ്കിൽ ഒരു 17 വയസ്സുകാരനോട് അവര് ഇത് അല്ലാതെ സന്തോഷിനെ അറിയാവുന്ന, സന്തോഷിന്റെ രാഷ്ട്രീയം അറിയാവുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ആയിരിക്കും. പക്ഷെ അതിനപ്പുറം അതൊന്നല്ല. ഞാൻ പറഞ്ഞ അതിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം ഇത് ഭയങ്കര സാമൂഹ്യ, ഈ എന്താ പറയാ, ഭയങ്കര മദ്യത്തിന്റെയും മറ്റ് പല ലഹരിയിലാണ്. കാരണം ഇന്നലെ അത് അടിക്കുന്ന കണ്ടവര് പറഞ്ഞാൽ ഏതൊരു കുട്ടി ഇന്നലെ മരിച്ചു പോകേണ്ട അടിയാണ് അടിക്കുന്നത്. ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നത്, നിലത്തിട്ട് ചവിട്ടുകയാണ്. പുറത്ത് കാണാൻ പരിക്കില്ലാന്നേ ഉള്ളൂ. പക്ഷെ കുട്ടികൾ ഇന്നലെ അനുഭവിച്ച വലിയൊരു ഞാനത് അനുഭവിച്ചതാണ്. കാരണം ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ മകനെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടിട്ടില്ല. മറ്റേ കുട്ടികളെ ഇന്നലെ രാത്രി ഇത് എന്താണെന്ന് പോലും തോന്നിയില്ല. ഇത് വളരെ ശക്തമായിട്ട് നടപടി പോലീസ് ഏറ്റെടുക്കും. കാരണം ഇതൊരു രാഷ്ട്രീയമായിട്ടൊന്നല്ല വിഷയം ഞാനിതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. ഈ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വ്യാപകമായി, ഇത് വേണമെങ്കിൽ ഒരു സദാചാര പോലീസിന് പറയും. കാരണം അവരുടെ പ്രദേശത്ത് ഒരു കുട്ടികൾ വരും, അവർ നീ ആരാടാ ഈ സ്ഥലത്ത് വരെ, നിങ്ങൾ ആരാടാ ഇവിടെ വന്നിരിക്കുക എന്നുള്ളൊരു ചിന്തയാണ്. ഇത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി സഞ്ചരിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ നമ്മുടെ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നത്? ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഞാനടക്കം മടുത്തില്ല. കാരണം നമ്മുടെ സ്വന്തം നാട്, നമ്മുടെ സ്വന്തം നാട്ടിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവമാണ്. നാളെ നിങ്ങളുടെ മക്കൾക്കും വരും. പിന്നെ അതിലും വലിയ സംബന്ധിച്ച പോലീസ് വന്നു. പോലീസ് വന്നതിന് ശേഷം അവരുടെ നുണകൾ പ്രചരിപ്പിക്കാൻ നോക്കണം. പെട്ടെന്ന് അതിലൊരുത്തം വിളിച്ചു പറയണം ഇവര് MDMA ആണ്. ഇത്രയും അപ്പൊ ആദ്യം ഫ്ലക്സിന് കല്ലെറിഞ്ഞായി. പിന്നെ പോലീസ് വന്ന സമയത്ത് എന്റെ മുഖത്ത് നോക്കി പറയാണ് MDMA ആണ്. എത്രയും വേഗം കേസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അതിലെടുത്ത് നോക്കി. അപ്പോഴും ആ വിളിച്ചു പറയുന്നവൻ അപ്പോഴും ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ്. അതാണ് അവൻ മണിക്കൂറുകളോളം അവന് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ആ പ്രദേശത്ത് നിൽക്കുന്നത്. ഈ കുട്ടികൾ ആ ഹെൽമെറ്റ് കൊണ്ടാണ് അടിക്കുന്നത്. അത് തടഞ്ഞു വെക്കാനോ ഒരു ആരും അവിടെ ഇല്ല. ആ സമയത്തൊക്കെ പോലീസുകാർ പോലും അതിന് തയ്യാറായില്ല. ഞാൻ എത്രയും പെട്ടെന്ന് കുട്ടികളെ അവിടെ രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു. ഇതിലൊരു കുട്ടി DYSPയുടെ മകനാണ്. ആ കുട്ടിക്ക് എന്ത് പൊളിറ്റിക്സ് ആണ് കണ്ടില്ലേ? നിവേദ് എന്ന് പറഞ്ഞ കുട്ടിയെ കണ്ടില്ലേ? ഈ കുട്ടികളെ കണ്ടാൽ അറിയില്ല അവര് എന്താണ്. ഇനി അഥവാ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇവർക്ക് ചോദിക്കാൻ ഒരു അവകാശമില്ല. ഇവർക്ക് ചോദിക്കാൻ ഒരു അവകാശമില്ല. ഇവർക്കാണോ ആ നാടിന്റെ തീരങ്ങളിൽ കൊടുത്തിട്ട്? ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ നമ്മുടെ പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് നമ്മുടെ രാത്രികാലങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്ക് പോലും എന്താ പറയുക ധൈര്യത്തോടു കൂടി നടക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇനി എങ്ങനെ ആ ഭാഗത്തൂടെ നടക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചു. ആ പ്രദേശം ഇനി ഏത് ധൈര്യത്തിലാണ് നമ്മുടെ കുട്ടികളെ അതിൽ വിടാൻ പറ്റും? തീർച്ചയായും നടപടി ഉണ്ടാവും. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഒരു ചെറിയൊരു വിഷയമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും, പ്രയാസമില്ല. പക്ഷെ ഇത് ഇനി സംഭവിക്കാൻ പാടില്ല. ഇത് എന്റെ മകന് വേണ്ടി മാത്രമല്ല, ഇത് ഒരു കുട്ടികളെ പോലും ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല. അത്രയും ഭീകരമായാണ് ഇന്നലെ അവരവരുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ പ്രതികളെയും നമുക്ക് കണ്ടാലറിയാം. പെട്ടെന്ന് പേര് പറയാൻ എനിക്കറിയില്ല. അത്രയും എന്നെ അടക്കം കൈ പിടിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അതായിരിച്ചു. ഒരു ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ല ഇതാക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് അടി കിട്ടി എന്നാൽ അവർ പോയിക്കോട്ടെ, വീണ്ടും തടഞ്ഞു വെക്കുകയാണ്. ഇവര് തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ വാഹനങ്ങളിൽ നേരെ വീട്ടിൽ വരും. ഇവര് തടഞ്ഞു വെച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പോയി മോചിപ്പിക്കേണ്ടി വന്നത്. ഞാൻ എന്റെ ഏട്ടന്റെ മകനും കൂടിയാണ് പോയിട്ട് ഈ കുട്ടികളെ നമ്മൾ മോചിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളടക്കം തടയാണ്. ഇത് ഏതാ നാട്? ഇത് കേരളല്ലേ? തീർച്ചയായും വളരെ ക്രൂരമായ അക്രമമാണ് 2 +2 വിദ്യാർത്ഥികൾക്ക് 4 +2 വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാവുന്നത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി എടുക്കണമെന്നാണ് സന്തോഷ അടക്കമുള്ള ആളുകൾ പറയുന്നത്. തലക്കുളം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്.